ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഒരു ചലഞ്ചിങ് വീഡിയോ. ഞങ്ങൾ ഇതുവരെ ചലഞ്ചിങ് വീഡിയോ ചെയ്തിട്ടില്ല. ചലഞ്ച് വീഡിയോ ഇതേവരെ ചെയ്തില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു ചലഞ്ച്, വലിയ ചലഞ്ച് എന്താണ് കേട്ടോ, ഒരു സിമ്പിൾ ചലഞ്ച്. അപ്പോൾ നമുക്ക് കണ്ടാലോ? വായോ. അപ്പോൾ നമുക്ക് ചലഞ്ച് തുടങ്ങിയാലോ? ഇനി എല്ലാവരും വരും, കമോൺ. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ. 1 2 3 4 എല്ലാവരും കൂടിയാണ്. അപ്പൂസ് കൂടി ഉണ്ട്, 4 പേരുണ്ട്. അപ്പോൾ ചലഞ്ച് എന്ന് പറയുന്നത് നാരങ്ങ എക്സ്പ്രഷൻ ഇല്ലാതെ ഇതിൽ ആരാണ് കഴിക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ എക്സ്പ്രഷൻ ഇട്ടാലും എത്ര നാരങ്ങ കഴിക്കുന്നുള്ളതാണ് കേട്ടോ ചലഞ്ച്. ചലഞ്ചിൽ വിജയിച്ച ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതെന്താന്നുള്ളത് ഇതിൻ്റെ അവസാനം അറിയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? നമുക്ക് ഓരോരുത്തർ വെച്ച് തുടങ്ങാം അല്ലേ? അപ്പൂസ് എങ്ങനെയുണ്ട്? രസമുണ്ടോ? എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നാ, കടിച്ച് തിന്നാ. ആ ഓക്കെ, തിന്നോളൂ. അങ്ങനെ അപ്പൂസ് ഒരു നാരങ്ങ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നക്കി നോക്കിയപ്പോൾ തന്നെ അപ്പൂസിന് അത് പറ്റിയില്ല കേട്ടോ. അങ്ങനെ അപ്പൂസ് എക്സ്പ്രഷൻ ഇട്ടു. അങ്ങനെ അപ്പൂസ് ഒഴിവായി കേട്ടോ. ഇനി രണ്ടാമത്തെ ആൾ, ഇനി അടുത്ത ആൾ മാളുവാണ്. ഇനി മാളൂസിന് കൊണ്ടേ കൊടുക്കാമോ? മാൾട്ടി ഓൾറെഡി നാരങ്ങ തിന്നുന്ന ആളാണ്, പുളി തിന്നുന്ന ആളായതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. കാരണം മാക്സിമം അവൾ തിന്നുമെന്ന് എനിക്കറിയാം. കഴിക്കാൻ പറ്റും, കഴിച്ചോളൂ. എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ഒന്നാമത്തെ തിന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തിന്നാൻ പോവുകയാണ്. അപ്പം അങ്ങനെ മാളൂസ് 2 നിന്നു. അപ്പം അടുത്ത ആൾ കുഞ്ചാണ്. ഇനി കുഞ്ചു എത്ര തിന്നു നോക്കാം. കുഞ്ചു തുടങ്ങിക്കോ, സ്റ്റാർട്ട്. ഇവിടെ എല്ലാവരും നാരങ്ങ തിന്നുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊരു ചലഞ്ച് വെച്ചിട്ട് കാര്യമില്ല തോന്നുന്നു. ഈ ചലഞ്ച് ഫ്ലോപ്പായി തോന്നുന്നു ഗൈസ്. എല്ലാവരും നാരങ്ങ തിന്നുന്ന ആൾക്കാരാണ് തോന്നുന്നു. അടുത്തത് അമ്മൂസാണ്. അമ്മൂസ് തിന്നാൻ തുടങ്ങിക്കോ. ഇതിക്ക് നോക്കണം, നല്ല എക്സ്പ്രഷൻ കാണുള്ളൂ. ഗൈസ്, ഇതെന്താ സംഭവം എന്നറിയോ? ഇവിടെ ഓൾറെഡി ഇവർക്ക് എല്ലാവർക്കും പുളി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും തിന്നുന്നുണ്ട്. ഇപ്പം മാള് 2 നിന്നു, അമ്മു 2 തിന്നണതാ, കുഞ്ചു 2 തിന്നു. ഞാൻ മാത്രം ഇവിടെ പുളി ഇഷ്ടമില്ലാത്ത ആളുള്ളൂ. അപ്പം ഞാൻ മാത്രം ഫെയിലാവുക. ബാക്കിയുള്ളവരൊക്കെ 2-3 വിജയികളുണ്ടാവും എന്ന് തോന്നുന്നു. ഒരു വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല സമ്മാനം. ഒരേപോലെ വിജയിക്കുക എന്നുണ്ടെങ്കിൽ സിമ്പിൾ സമ്മാനം കേട്ടോ. ഓക്കെ, അങ്ങനെ അമ്മൂസ് 2 തിന്നു. അടുത്ത ഞാനാണ്. കേട്ടോ, എല്ലാവരും തിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പുളിയിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കുഞ്ചു ആണെങ്കിൽ, അമ്മു ആണെങ്കിൽ, മാളു ആണെങ്കിലും ഒക്കെ പുളി തിന്നും. അതുകൊണ്ട് തന്നെ ഇതിൽ 2 4 6 8 3 പേര് 2 പീസ് കഴിച്ചിട്ട് ബാക്കി 2 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇപ്പം തന്നെ അറിയാം. എല്ലാവരും വിന്നേഴ്സാണ്. ഞാൻ മാത്രമേ ഫെയിൽ ആവുള്ളൂ. കാരണം എനിക്ക് ഓൾറെഡി പുളി ഇഷ്ടമല്ല. തീരെ പുളി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് മധുരം അതുപോലെ എരിവ്, നല്ല എരിവ് അല്ല നല്ല മധുരം, അതൊക്കെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അത് വായ വെച്ച് നോക്കും. അതായത് ചലഞ്ചിന് ഒരാൾ കൂടി എന്നുള്ള രീതിയിൽ ഒന്ന് വെച്ച് നോക്കണുള്ളൂ. എനിക്ക് ഒട്ടും താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. എനിക്കൊരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കഴിയില്ല. പിന്നെ അപ്പൂസിൻ്റെ ആണെങ്കിലും ചെറിയൊരു വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് വിന്നേഴ്സ്? 3 ആളും അല്ലേ? 3 ആളും വിജയിച്ചു. ഇനി ഇതൊരു സിമ്പിൾ ചലഞ്ചായി പോയിട്ടോ. ഇനി അടുത്ത ഞാൻ ചലഞ്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ഹെവി ചലഞ്ചാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചലഞ്ച് വീഡിയോ ചെയ്യല്ലേ, അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇനി അടുത്ത് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ളത്, അതിൽ ഒരാൾക്ക് പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത് ഞാൻ എടുക്കും കേട്ടോ. ഓക്കെ, ഹാപ്പിയാണോ എല്ലാവരും?
നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ ആകെ ഫ്ലോപ്പായി പോയൊരു ചലഞ്ചായി പോയി. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ, അത് കുഴപ്പമില്ല. ഞാൻ അടുത്ത ടൈം നമുക്ക് സെറ്റാക്കാം. പിന്നെ കുട്ടികൾക്ക് 3 ആൾക്കും ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടത്. അവരത് കഴിച്ചതിന് ശേഷമാണ് വീഡിയോൻ്റെ ഓർമ്മ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.